നമുക്കറിയാം ഇപ്പോൾ ഹുണ്ടായി i20 അതിനുശേഷം ഇന്നലെ ഒരു എക്കോ സ്പോർട്ട് പിടിച്ചെടുത്തിരുന്നു. അത് മാത്രമല്ല ഡൽഹി സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ വാങ്ങിയ കൂടുതൽ കാറുകൾക്കായി ഇപ്പോൾ തെരച്ചിൽ നടക്കുകയാണ്. മാരുതി ബ്രസ അടക്കം 2 കാറുകൾ കൂടി തെരയുന്നുണ്ട്. ഭീകരർക്ക് പ്രാദേശികമായി സഹായം ചെയ്തവരിലേക്കും ഇപ്പോൾ അന്വേഷണം നീങ്ങുകയാണ്. അൽഫല സർവകലാശാല ജീവനക്കാരും ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. ഡൽഹിയിൽ നിന്ന് പി ബസന്ത് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബസന്ത്, ഇന്നലെ വൈകിട്ടോടുകൂടി ഒരു കാർ കൂടി പിടിച്ചെടുത്തിരുന്നു. ഇപ്പോൾ അത് മാത്രമല്ല കൂടുതൽ കാറുകൾ ഈ ഭീകരർ ഈ സ്ഫോടനത്തിന് വേണ്ടി വാങ്ങിയിരുന്നു. എന്തൊക്കെയാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരം ബസന്ത്? ആര്യ, ഇപ്പോൾ ഇന്നലെ പിടിച്ച ഫോർഡ് ഇക്കോസ്പോർട്ട് കാറിന് പുറമെ ഒരു മാരുതി ബ്രസ കാറും ഇപ്പോൾ അന്വേഷണ സംഘം പരിശോധിക്കുകയാണ്. ഇന്നലെ രാത്രി ഡൽഹി നഗരത്തിൽ വലിയ തോതിലുള്ള വാഹന പരിശോധന നടന്നിരുന്നു. നിരവധി ഡൽഹിക്ക് പുറത്ത് രജിസ്റ്റർ ചെയ്ത നിരവധി വാഹനങ്ങൾ ഇന്നലെ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. ഒരു മാരുതി ബ്രസ കാറിന് വേണ്ടിയാണ് ഇപ്പോൾ ഒരു പരിശോധന ശക്തമാക്കിയിട്ടുള്ളത്. ഇതിന് പുറമെ ഒരു കാർ കൂടി ഉണ്ട് എന്നുള്ളൊരു സംശയമാണ് ഡൽഹി പോലീസ് പങ്കുവെക്കുന്നത്. ഇപ്പോൾ എല്ലാം കൂടി 4 കാറുകളാണ് ഇപ്പോൾ ഡൽഹി പോലീസ് അന്വേഷിക്കുന്നത്. അത് എവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഈ 4 കാറുകൾക്ക് പുറമെ കൂടുതൽ കാറുകൾ വാങ്ങിയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയവും അന്വേഷണ സംഘം വിലയിരുത്തുന്നുണ്ട്. കാരണം വലിയ തോതിലുള്ള പണപ്പിരിവ് നടന്നിട്ടുണ്ട്. 20 ലക്ഷം രൂപയിൽ ഏകദേശം 30-40 ലക്ഷം രൂപ ഡോക്ടർ ഷാഹീന തന്നെ പിരിച്ചെടുക്കുന്നു എന്നുള്ളൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ പണമൊക്കെ എവിടെയാണ് നിക്ഷേപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. അതിൽ കാറുകൾ വാങ്ങിയിട്ടുണ്ട്, ചിലപ്പോൾ സ്ഫോടക വസ്തു ശേഖരങ്ങൾ വാങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പരിശോധനയ്ക്ക് വരുന്നത്. ഈ കഴിഞ്ഞ ദിവസം കണ്ടെടുത്ത ഫോർഡ് എക്കോസ്പോർട്ടിന്റെ ആ വണ്ടി ഓടിച്ചിരുന്ന ആ കാർ ഓടിച്ചിരുന്ന ആളെ ഇപ്പോൾ ഫരീദാബാദിൽ നിന്നും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഉമറിന്റെ, അതായത് ഈ ചെങ്കോട്ടയിലെ കാർ സ്ഫോടനത്തിന് പിന്നിലുള്ള ഉമർ മുഹമ്മദിന്റെ ബന്ധുവാണ് ഈ ഫഹീം എന്ന് പറയുന്നത്. ഈ ഫഹീമാണ് ഖണ്ഡാവാലി ഗ്രാമത്തിലെ ഒരു ഫാം ഹൗസിൽ ഈ ഫോർഡ് ഇക്കോസ്പോർട്ട് കാറ്, ചുവന്ന കളറിലുള്ള കാറ് കൊണ്ട് പാർക്ക് ചെയ്തിരുന്നത് എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി തന്നെ നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന്റെ അല്ലെങ്കിൽ NSTയുടെ ബോംബ് സ്ക്വാഡ് അവിടെ പരിശോധന നടത്തുകയും ഉണ്ടായിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് ഈ ഫഹീമിനെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഉമറിന്റെ ബന്ധുവാണ് ഫഹീം എന്നാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. മാത്രമല്ല ഉമർ മുഹമ്മദ് സഞ്ചരിച്ചിരുന്ന വാഹനം, അതായത് ഹുണ്ടായുടെ i20 വാഹനം, ഫോർഡ് എക്കോസ്പോർട്ട്, മാരുതി ബ്രസ, ഇവയൊക്കെ തന്നെ ഒരു SUV തലത്തിലുള്ള വണ്ടികളാണ്. അപ്പോൾ ആ തരത്തിലുള്ള വണ്ടികൾ ഏതോ ആണ് അല്ലെങ്കിൽ കാർ ഏതോ ആണ് വാങ്ങിച്ചിട്ടുള്ളത് എന്നുള്ളൊരു സംശയമാണ് പോലീസിനുള്ളത്. മാത്രമല്ല ഈ ഫോർഡ് ഇക്കോസ്പോർട്ട്, അതായത് ഇന്ന് കഴിഞ്ഞ ദിവസം ഫരീദാബാദിലെ ഒരു ഫാം ഹൗസിൽ നിന്ന് കണ്ടുപിടിച്ച ഈ ഫോർഡ് എക്കോസ്പോർട്ടിന്റെ ആ വാഹനം രജിസ്റ്റർ ചെയ്യാൻ ഡൽഹിയിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഡൽഹിയിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഉമർ ഉപയോഗിച്ചത് ഒരു വ്യാജ ID ആണ് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. അതായത് വടക്ക് കിഴക്കൻ ഡൽഹിയിലെ, നോർത്ത് ഈസ്റ്റ് ഡൽഹിയിലെ സീലംപൂർ എന്ന സ്ഥലത്തുള്ള ഒരു വ്യാജ മേൽവിലാസം, ഒരു അഡ്രസ് ഉപയോഗിച്ചിട്ടാണ് ഉമർ ഈ കാറ് രജിസ്റ്റർ ചെയ്തതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ മേൽവിലാസത്തിൽ അല്ലെങ്കിൽ ഈ അഡ്രസ്സിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളത് അവിടെ 2 വിദ്യാർത്ഥികൾ താമസിക്കുന്നുണ്ട്. ഈ 2 വിദ്യാർത്ഥികളും അൽഫല സർവകലാശാലയിലെ വിദ്യാർത്ഥികളാണ്. അവർക്ക് ഉമറുമായി ബന്ധമുണ്ട് എന്നുള്ള വലിയൊരു വിവരം കൂടി ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നു. ആ 2 പേരെയും കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയരാക്കാനുള്ള സാധ്യത. അർജുൻ പീതാംബരൻ നമുക്കൊപ്പം തുടരുന്നുണ്ട്.